സഹോദരങ്ങളെ, വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ വേദന മാറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂരൽമലയുടെ പ്രദേശങ്ങൾ കണ്ടുപോയതാ. റബ്ബേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകൃതി രമണീയ കൊണ്ട് അനുഗ്രഹിച്ച ഇടമാ. പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ. എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യർ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ, ആ കുന്നുകൾ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങിയപ്പോ, അല്ലാഹു ആണികളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയവുമായി വരികയാ. അല്ല പറയുന്നു, മനുഷ്യരെ നിങ്ങൾ പഠിക്കുക. അല്ലാഹു പർവ്വതങ്ങൾ ഭൂമികൾ കാണികളാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? ഈ ഭൂമിയെ പടച്ചവൻ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ? ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാ? ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക, ഭൗമശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ, ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ലാത്ത, ടെലസ്കോപ്പ് ഇല്ലാത്ത, മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില്, ആധുനിക കണ്ടുപിടുത്തങ്ങളില്ലാത്ത കാലഘട്ടത്തില്, ഗവേഷണങ്ങൾ നടത്തപ്പെടാത്ത കാലഘട്ടത്തില്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ മരുമണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ തന്റെ അനുചരന്മാരെ വിളിച്ചെടുത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാ. നിങ്ങൾ ഭൗമശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ വാനശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ അതുപോലെ ശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു പോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് പരിപൂർണ മനുഷ്യനെന്ന സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവന്നതെങ്ങനെയാ? പഠിക്കണം മനുഷ്യരെ, നിങ്ങൾ ഭ്രൂണശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹ് ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു തആല രക്തപിണ്ഡമാക്കുകയാ. അത് പിന്നെ മാംസകഷണമായി മാറുകയാ. അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ. അതിലേക്ക് മാംസം കൊണ്ട് പൊതിയുകയാ. അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ആ എംബ്രയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? വാനത്ത് ലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തരുന്നതാരാ? ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ. നിങ്ങൾ കത്തിക്കുന്ന തീയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീ കത്തുന്നത് എങ്ങനെയാണ്? തീ കത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? വാതകങ്ങളെ പറ്റി പഠിക്കണം, തീയിനെ പറ്റി പഠിക്കണം. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു الزارعون ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫലൗലാ തഷ്കുറൂൻ. അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? അതെങ്ങനെയാ വളർന്നു വരുന്നതെന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഏത് നമ്മളെടുത്തു സർവ്വ ലോകത്തെ പറഞ്ഞ് നിങ്ങൾ
നിങ്ങൾ സുവോളജി പഠിക്കണം, നിങ്ങൾ ജിയോളജി പഠിക്കണം, നിങ്ങൾ അസ്ട്രോണമി പഠിക്കണം, നിങ്ങൾ എല്ലാ മേഖലകളും പഠിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഇവിടെ അതിന്റെ ഇടയിൽ ഗവേഷണങ്ങളുണ്ടോ? ഇവിടെ കണ്ടുപിടുത്തങ്ങളുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇവരൊന്നും ഇല്ലാത്തപ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞാൽ പഠിക്കണം, ഓരോന്നും വേർതിരിച്ച് പറഞ്ഞ് പറയാൻ നിന്നാ തീരൂല. ഇനി ഒരുപാടുണ്ടാവും. അള്ളാഹുവിൻ്റെ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുണ്ട്. ഹാഫിളിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് 15 വരിയുള്ള ഒരായത്ത്. എന്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്? ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഖുർആനിലല്ലേ ഏറ്റവും വലിയ ആയത്താകുമ്പോൾ അള്ളാഹുവിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ പറ്റിയിട്ടായിരിക്കും, ഇല്ലേ? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമ്മെ അക്കൗണ്ടൻസി പഠിപ്പിക്കുക, എക്കണോമിക്സ് പഠിപ്പിക്കുക, ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുക. മനുഷ്യർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടക്കുമല്ലോ, മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ എങ്ങനെ അത് എഴുതി വെക്കണം. ഖുർആനാണ് ഇത്. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതാ. ലോകത്ത് ശാസ്ത്രമേഖലകളെ സത്യസന്ധമായി പരിചയപ്പെടുത്തിയത് ഖുർആനാ. നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് ഇവിടെ ശാസ്ത്രം പല വേദഗ്രന്ഥങ്ങളും ഇവിടെ പറഞ്ഞ സൂര്യൻ ചലിക്കൂല, സൂര്യൻ അവിടെ തന്നെ നിൽക്കുക എന്നാ പറയുന്നത്. പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ. എന്നാൽ അതിനൊക്കെയും മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞല്ലേ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രം. ഇവിടെ ഭൂമി, ഈ ആകാശവും ഭൂമി എങ്ങനെയുണ്ടായി? ദ ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ശാസ്ത്രം എന്നാ കണ്ടുപിടിച്ചേ? പക്ഷേ അള്ളാന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, അവലം യറല്ലദീന കഫറു വന്ന സമാവാതി വല്ലർള കാനതാ റത്ഖ ഫഫതഖ്നാഹുമാ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നാമാണ്. അള്ളാഹു പറയാ ദ ബിഗ് ക്രഞ്ച് തിയറി, ഭൂമി നശിക്കുന്ന ഒരവസ്ഥ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ഭൂമിയൊക്കെ നശിക്കും. ഖുർആൻ പറയുന്നില്ലേ എത്രയോ ഭാഗങ്ങളിൽ? ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ബലൂൺ ഊതിപ്പെരിപ്പിക്കുമ്പോൾ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ്. നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ആധുനിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയുക. എന്നാൽ നമുക്കറിയോ, ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ്, നമ്മുടെ കൈകൾ കൊണ്ട്, അധികാരം കൊണ്ടാണ്. വഇന്നാ ലമുസിഊൻ, അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നാമാണ്. ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു അവസാനം ഇതൊരു ശാസ്ത്ര ക്ലാസ്സായി പോയി. അള്ളാഹുവിൻ്റെ ഖുർആനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയേ? ഈ ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രമൊക്കെ ഇനി അതും കൂടെ ഒക്കെ പറയാൻ നിന്ന സമയം നമുക്കൊരുപാടായി പോവും. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രങ്ങളുണ്ട്. എനിക്കറിയൂ, സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കൊമറ്റ് ഓഫ് ഹാലി, ഹാലിയുടെ വാൽ നക്ഷത്രം എന്നാണ് അതിന് പറയുന്നത്. എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത്. ദ കൊമറ്റ് ഓഫ് ഹാലി. ഈ വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വാൽ നക്ഷത്രം, നമ്മൾ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ തീയാണ്, പുകയാണ്, ഭയങ്കര സംഭവമാണ്, തൊട്ടാൽ കരിഞ്ഞു പോകും. ശാസ്ത്രം അതിന് കൊടുക്കുന്നൊരു ഡെഫിനിഷനുണ്ട്. ആൻ ഐസി സ്മാൾ സോളാർ സിസ്റ്റം ബോഡി, സൗരയുധത്തിലുള്ള തണുത്തുറഞ്ഞ ഒരു ബോഡി, ഒരു ഘടകമാണ് കൊമറ്റ്, വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ. ഉൽക്ക വാൽ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയുന്നു. ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് വ അൻസൽനാ മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്. ആകാശത്ത് നിന്ന് വലിയ മഞ്ഞുമലകളിൽ നിന്നും മഞ്ഞ് നാം താഴോട്ടിറക്കുമെന്ന്. ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ പറഞ്ഞത്? അതുപോട്ടെ, ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയും. ഹാലി കണ്ടുപിടിച്ചൊരു ഒരു നക്ഷത്രമുണ്ട്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ.
അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽനക്ഷത്രം അതാണ്. ശ്രദ്ധിച്ചോണേ, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തൻ്റെ നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽനക്ഷത്രം. കാരണം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും അതിന് നിറവ്യത്യാസം ഉണ്ടാവും, അതിന് വലിപ്പത്തിന് ആകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 1986 അവസാനമായി അതിനെ കണ്ടത്. ഒരു പുരുഷായുസിൽ ഒരു പക്ഷേ 2 തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും അതേ ഉള്ളൂ. കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വരണമെങ്കിൽ 10,100,000 കൊല്ലമാവും, കാണാൻ പറ്റൂല. പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ ആകൃതി, മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം, ഇതൊക്കെ വെച്ചിട്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും. മൂന്നാമത്തേത്, ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ 76 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത്. 986 വന്നു. ഇനി ഏകദേശം 2060 മറ്റൊക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ 3 പ്രത്യേകതകൾ ഇത് ശ്രദ്ധിച്ചോണം. എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് നിറം കൊണ്ട്, വലിപ്പം കൊണ്ട്, ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രം, അത് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും ആകാശത്തിൽ. രണ്ടാമത്തേത്, നമ്മൾ കാണുന്നിടത്ത് തന്നെ അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നക്ഷത്രം. മൂന്നാമത്തേത്, 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷമാകുന്നത്. ഈ 3 കാര്യങ്ങളും എത്രയോ വലിയ കണ്ടുപിടുത്തമാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, അതിനേക്കാളുമൊക്കെ എത്രയോ കൊല്ലം മുമ്പ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് പറഞ്ഞു തരിക. അത്ഭുതം തോന്നുന്നുണ്ടോ? ഈ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന നിറവും വലിപ്പവും ആകൃതിയുമുള്ള നക്ഷത്രം, എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന നക്ഷത്രം, 76 വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന നക്ഷത്രം. വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറയുകയാ, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർള്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശ ഭൂമികളിലുള്ള ചില രഹസ്യങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബിയുടെ വിശ്വാസം ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട് ആകാശഭൂമികളെ ചില അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത് മുഴുവനും വിശദീകരിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല. എന്നാൽ അക്കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈല റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാതിരാത്രിയുടെ നിശബ്ദതയിൽ വന്ന്, രാത്രിയുടെ നിശബ്ദതയിൽ വന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാ, തന്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാ. ആ സമയത്താ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി വന്ന് മൂടുന്ന സമയത്ത് റആ കൗകബാ, ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നക്ഷത്രത്തെ കാണുകയാ. ഖുർആൻ പറഞ്ഞത് റആ കൗകബാ, ഒരു നക്ഷത്രത്തെ കണ്ടു എന്ന്. രാത്രിയിൽ ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാ. ആ ഒരു നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാ? എഡ്മണ്ട് ഹാലി എന്ന ശാസ്ത്രജ്ഞന് ഒരു നക്ഷത്രത്തെ മാത്രം ശ്രദ്ധിച്ചത് അതിന്റെ വലിപ്പ വ്യത്യാസം കൊണ്ട്, അതിന്റെ നിറവ്യത്യാസം കൊണ്ട്, അതിന്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് നൂറ്റാണ്ടുകൾക്ക്
മുമ്പ് അതേ നക്ഷത്രത്തെ കാണുകയാ. റആ കൗകബാ, ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. കണ്ടു എന്ന് മാത്രമല്ല, തന്റെ ജനങ്ങളെയെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാ. ഒരു പ്രത്യേകതയുമില്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാ ജനങ്ങളും അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന നക്ഷത്രങ്ങൾക്കിടയിൽ വലിപ്പ വ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ നിറവ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ ആകൃതി വ്യത്യാസമുള്ള ഒരു നക്ഷത്രമാ റആ കൗകബാ. ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. ഇബ്രാഹിം ഈ ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ച പഠനം നടത്തുമ്പോൾ ഖുർആൻ തൊട്ടെടുത്ത് പറയുന്നു ഫലമ്മാ അഫലാ. അതേ എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച വാൽ നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? എവിടെയാണോ കണ്ടത് അവിടെ തന്നെ അത് ഡിസപ്പിയർ ആവുക എന്നുള്ളതാ. എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാ. ഖുർആൻ പറയുന്നു ഫലമ്മാ അഫലാ. ഇബ്രാഹിം നബിയും തന്റെ ജനങ്ങളും ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നക്ഷത്രം അപ്രത്യക്ഷമാവുകയാ. ആ നക്ഷത്രം അസ്തമിച്ചു പോവുകയാ. എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറയുന്നത്. എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രമാണെന്ന് വെറുതെ പറയുന്നതല്ലല്ലോ. എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എല്ലാ നക്ഷത്രങ്ങളുടെ ഇടയിലും അസ്തമിച്ചു പോകുന്ന നക്ഷത്രമാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ? 76 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈലിലുണ്ടല്ലോ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ സൂറത്തുൽ അൻആം നിങ്ങളൊന്ന് എടുക്കുവോ? എന്നിട്ട് ആ സൂറത്തുൽ അൻആമിൽ 76ാമത്തെ ആയത്തൊന്ന് എടുക്കുമോ? ആ 76ാമത്തെ ആയത്തിലാ ഇബ്രാഹിം നബി കണ്ട നക്ഷത്രത്തെ പറ്റി അല്ലാഹു പറയുന്നത്. 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ് 75ാമത്തതിലും പോയില്ല, 77ാമത്തതിലും പോയില്ല. കൃത്യമായി 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ആ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലിൽ യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത ഖുർആൻ ഇറക്കിയ റബ്ബേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും റബ്ബേ. എത്ര സ്പഷ്ടമായിട്ടാ ഖുർആൻ പറഞ്ഞേ. എല്ലാ നക്ഷത്രങ്ങളുടെയും ഇടയിൽ റആ കൗകബ, ആ നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി കാണുകയും ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ അതിന് വലിപ്പ വ്യത്യാസം, നിറവ്യത്യാസം, ആകൃതി വ്യത്യാസം ഉണ്ടാകണം. എഡ്മണ്ട് ഹാലി ആ നക്ഷത്രം കണ്ടെത്താ അതുകൊണ്ടാ. ഇബ്രാഹിം നബിയും ആ നക്ഷത്രം കണ്ടത് അതുകൊണ്ടാ. രണ്ടാമത്തത് ഹാല് പറയുന്നു കണ്ടോണ്ടിരിക്കുമ്പോൾ അതങ്ങ് അസ്തമിച്ചു പോകും. ഖുർആൻ പറയുന്നു ഫലമ്മാ ഫല, നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതങ്ങ് അപ്രത്യക്ഷമായി. 76 വർഷത്തിൽ ഒരിക്കലാ വരുന്നതെന്ന് ഹാലി പറയുന്നു. ഖുർആൻ ഈ നക്ഷത്രത്തെ പറ്റി പറഞ്ഞ ആയത്ത് 76ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന ശാസ്ത്രം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനിയും പറഞ്ഞാൽ സമയം നീണ്ടുപോകും. സഹോദരങ്ങൾ, ഇനി ഒരുപാടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഈ വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ടോ എങ്കിൽ, വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ പല നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന് അവർ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചത് മുതൽ അവർ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. അവരുടെ നിസ്കാരത്തിന്റെ, അവരുടെ വിശ്രമത്തിന്റെ, അവരുടെ ഭക്ഷണത്തിന്റെ സമയം കഴിഞ്ഞ് ബാക്കി സമയം മൊത്തവും ഖുർആൻ ഓതി രാത്രി 10 വരെയും അള്ളാഹുവിന്റെ ഖുർആനിലൂടെ കടന്നു പോകുന്ന അവരുടെ ജീവിതം. അങ്ങനെ ഖുർആൻ പഠിക്കുന്ന മക്കൾ, അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥാപനം
ഏകദേശം 3 വർഷത്തോളമായി പ്രിയപ്പെട്ട സുഹൃത്ത് ഖലീലുല്ലാ മൗലവി അൽഹംദുലില്ലാ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. പലപ്പോഴും പലതവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിടിരിപ്പുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, പടച്ചവൻ ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ തൻ്റെ മക്കളിൽ ഭൂരിഭാഗം പേരെയും അൽഹംദുലില്ലാ ദീനിൻ്റെ ഇൽമിൻ്റെ മാർഗത്തിൽ തന്നെ വിട്ടു. അൽഹംദുലില്ലാ അവരൊക്കെ ഇന്ന് ദീനി ഇൽമി സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് വിനീതം പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ദുൽ ഹാദി മൗലവി നടത്തിയ വലിയ ഒരു സമ്മേളനത്തിൽ. ഇന്നിപ്പോൾ ഇത് അദ്ദേഹം നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുക. ഒരു കുടുംബം അൽഹംദുലില്ലാ ഇൽമി സേവന രംഗത്താണ്. അൽഹംദുലില്ലാ 3 വർഷമായി ഞാൻ പലപ്പോഴും ഖലീലുല്ലാ മൗലവിയോട് പറയാറുണ്ട്, നിങ്ങളിങ്ങനെ ഓടി നടക്കുന്ന കാണുമ്പോൾ നമുക്കും ഒരു പ്രചോദനമാണ്. കാരണം ഒന്നുമില്ല കയ്യിൽ. പലപ്പോഴും പറയാം ഒന്നുമില്ല. ഒരു വീട് പണി തുടങ്ങിയിട്ട് അവിടെ കിടക്കുക, അതിലൊന്നും ഒരു ശ്രദ്ധയൊന്നുമില്ല. സ്ഥാപനം ഉണ്ടാക്കണം, വെറുതെ പറയുന്നതല്ല, സ്ഥാപനം എങ്ങനെയെങ്കിലും ആക്കണം. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ പോയാൽ അള്ള വീട് തന്നോളും. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അല്ലാഹു തആല അതിനെ കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനം, ഇതിന് സ്ഥലം വാങ്ങണം, ഇതിന് ബിൽഡിംഗ് ഉണ്ടാക്കണം, അതിൻ്റെ പുറവിൽ ഇങ്ങനെ അൽഹംദുലില്ലാ അദ്ദേഹത്തോടൊപ്പം നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ കുറേ ആളുകൾ. ആ നാട്ടിൽ ദീനിയായ മാഹൗലുണ്ടാകണം. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയാണോ അവിടെ പുറത്ത് സ്ത്രീകൾക്ക് ക്ലാസ് കിടക്കുന്നില്ലേ? അൽഹംദുലില്ലാ ഉസ്താദുമാരെയൊക്കെ വിളിച്ചത് ബഹുമാന അർഷദ് ഖാസിമിയൊക്കെ പങ്കെടുക്കുന്ന ദീനി മജ്ലിസുകൾ നടത്തുക, റമളാനിൽ അൽഹംദുലില്ലാ പരിപാടികൾ നടത്തുക. എത്ര വലിയ കാര്യമാണ്. അൽഹംദുലില്ലാ 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ആ സ്ഥാപനത്തിന് കുറച്ച് സ്വന്തമായി സ്ഥലം വേണം. ഇപ്പോഴും വാടക വീട്ടിലാണ്. ഖുർആൻ പഠിക്കുന്ന മക്കൾ വാടക വീട്ടിലാണ്. ഇവർക്കെല്ലാം സ്വന്തമായി വീടുകളുണ്ടാവും. ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നതിൻ്റെ പേരിൽ അവർ വാടക വീട്ടിലായിപ്പോയി. നമ്മളൊന്ന് ഓർത്തു നോക്കേ. സ്വന്തമായി കുറച്ച് സ്ഥലം, എത്ര സെൻറ്റാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്? 12 സെൻറ്റ് സ്ഥലം. അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. ഈ മാസം അതിൻ്റെ കാലാവധിയും തീരുകയാണ്. അതിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല ഇവിടെ പറയണമെന്നോ ഇവിടെ പിരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് പിരിക്കാനും അറിയില്ല. ഞാൻ പിന്നെ നിങ്ങളോട് കാര്യമൊന്ന് അവതരിപ്പിക്കുകയാണ്. ഒരു 12 സെൻറ്റ് സ്ഥലം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തി. ഈ മാസം കാലാവധി തീരെ, എഗ്രിമെൻ്റ് തീരാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തീർന്നു. കൊടുത്ത പൈസയും തീർന്നു, സ്ഥലവും പോയി, എല്ലാം പോയി. ഇതിനൊക്കെ നമ്മളാണ് സഹായിക്കേണ്ടത്. ഇതിനൊക്കെ നമ്മളാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഖുർആൻ പഠിക്കുന്ന മക്കളെന്ന് പറഞ്ഞാൽ എന്താ? ഈ മക്കളെന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. നമ്മൾ ഇത്രയും ഭൗതിക അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്തേ. ശാസ്ത്രവും ആധുനികതയും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ഇതൊന്നുമല്ല. ഖുർആൻ പഠിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്ന സ്ഥാനം എന്താ? അള്ളാഹു കൊടുക്കുന്ന മഹത്വം എന്താ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസാരമല്ല. ഈ ഹിഫ്ള് പഠിക്കുന്ന മക്കളുടെ ഉമ്മമാര്, അവരുടെ പിതാക്കന്മാര്, അവരുമായി ബന്ധമുള്ളവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ എങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളോടും പറയട്ടെ, നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ അവരെ തിരിച്ചുവിടണം. അവർക്കൊരു നഷ്ടവുമില്ല. ഇന്നൽഹംദുലില്ലാ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഭൗതിക ആത്മീയ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ രീതി തന്നെയാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഹിഫ്ള് പഠിക്കാൻ പോയാൽ, ഇൽമു പഠിക്കാൻ പോയാൽ ഭൗതിക വിദ്യാഭ്യാസം ഇല്ല. ഇപ്പം അങ്ങനെയില്ല. രണ്ടും കൂടെ ചേർന്നിട്ടാണ്. എല്ലാത്തിനും അവസരമുണ്ട്. ഇന്ന് ജുമായിക്ക് എൻ്റെ പള്ളിയിൽ വന്നൊരു സഖാഫി ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീനി സ്ഥാപനങ്ങളുടെ അവസ്ഥ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാ അവിടെ നിന്ന് ഇൽമു പഠിക്കുന്നു, ആലിമാകുന്ന വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു. അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും അൽഹംദുലില്ലാ അവർക്ക് നൽകുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വിദേശ നാടുകളിലേക്ക് പോകുമ്പോൾ, അദ്ദേഹം മലേഷ്യയിൽ ചെന്നപ്പോൾ ഇവിടുന്ന് പഠനം പൂർത്തിയായി അവിടെ 5-6 ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ ശിഷ്യന്മാരെന്നെ കാണാമെന്ന് ഉസ്താദേ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഞാൻ ദുബായിൽ ചെന്നപ്പോൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ, കമീസ് ധരിച്ച, തലപ്പാവ് ധരിച്ച, സുന്നത്തായ വേഷം ധരിച്ച കുട്ടികൾ എന്നെ കാണാമെന്നും എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ആ സ്ഥാപനത്തിൽ അവിടെ അധ്യാപനം നടത്തുന്ന ഉസ്താദുമാര് ജുമായിക്ക് എൻ്റെ മുമ്പിൽ പങ്കെടുക്കാറുണ്ട്. സഹോദരങ്ങളെ, അവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയപ്പാടാ. കാരണം MA എടുത്തിട്ടുള്ള സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നടത്തുന്ന വലിയ വലിയ ഉന്നത മേഖലകളിലേക്ക് പോകുന്നവരാ. ആരാ? നമ്മൾ കാണുന്ന സാധാരണ വസ്ത്രം ധരിച്ച തലേക്കെട്ടുകാരായ മുസ്ലിയാക്കന്മാരാ. പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് ഭാഷ പറയുന്ന, അറബി ഭാഷ പറയുന്ന, 5 ഭാഷകളിൽ പ്രാവീണ്യം നേടിയവരാ. അല്ലാഹു തആല പാഴാക്കി കൊടുക്കൂല. അല്ലാഹു തആല വെറുതെയാക്കി കൊടുക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വന്നവര് ദുനിയാവിലും അല്ലാഹു തആല ഉയർത്തും. അതിലുമൊക്കെ അപ്പുറം ആഖിറത്തിലും അല്ലാഹു തആല അവരെ വളർത്തും. ആഖിറത്തിലും അല്ലാഹു തആല അവരെ ഉയർത്തും. ഞാനൊന്ന്
പറയട്ടെ, ഇന്ന് ഖുർആൻ പഠിക്കാത്ത നമ്മുടെ മക്കള്, ഖുർആനിന്റെ തീരത്തേക്ക് വരാത്ത നമ്മുടെ മക്കള് ദുനിയവിയായ മേഖലകളിലേക്ക് വളർന്നുപോയി. കഞ്ചാവിനടിമപ്പെട്ട്, കള്ളുകുടിച്ചിട്ട്, മോശമായ ജീവിതം നയിച്ചിട്ട്, നിരീശ്വരവാദത്തിന്റെ അഴുക്കുചാലുകൾ ചലയിൽ പേറിയിട്ട്, അള്ളാനെയും റസൂലിനെയും വേണ്ട എന്ന് പറഞ്ഞ് കണ്ടവനോടൊപ്പം നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയി. കണ്ടവളെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്ന ആൺകുട്ടികളായി നമ്മുടെ മക്കൾ മാറി. ആണും തമ്മിൽ ജീവിതമായിന്ന്, പെണ്ണും തമ്മിൽ ജീവിതമായിന്ന്. ഇങ്ങനെ ലിബറസത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാളാഖിറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ എല്ലാവരെയും ഹാജരാക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, യുഹ്ശർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, യുഹ്ശറുൻ നാസു ഫീ സ്വഈദിൻ വാഹിദിൻ ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. ലോകത്തുള്ള സർവ്വകോടി മനുഷ്യമക്കളെയും അല്ലാഹു ഒരു വിശാലമായ മൈതാനത്തെ ഹാജരാക്കും. കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല, ശരീരത്തിൽ ഒരു വസ്ത്രം പോലുമില്ല. അന്ന് സൂര്യൻ തലയുടെ തൊട്ടുമുകളിൽ ഉണ്ടാകും. അന്ന് കട്ടിച്ചെമ്പുമാകിയ തറയിലായിരിക്കും നിർത്തപ്പെടുന്നത്. എല്ലാവരെയും അല്ലാഹു തആല വിചാരണ ചെയ്യുന്നതാണ്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ആ വിചാരണയ്ക്ക് ശേഷം ഒരു വലിയ വിഭാഗം നരകത്തിലേക്ക് പോവുകയാണ്, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോവുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആ സന്ദർഭത്തിലേക്ക് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതായ സന്താനങ്ങളുണ്ടല്ലോ. മാതാപിതാക്കൾ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, നിസ്കാരം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, പർദ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ, ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട കുറെ മക്കൾ ഇങ്ങനെ വരികയാ. അവര് വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആവശ്യപ്പെടുകയാ, റബ്ബനാ അരിനല്ലദീന അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജ്അൽഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, റബ്ബനാ അരിനല്ലദീന അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി. അല്ലാഹുവേ, ഞങ്ങളെ വഴിപിഴപ്പിച്ച് കളഞ്ഞ ആ മനുഷ്യര്, ഞങ്ങളുടെ ഉമ്മമാരും വാപ്പമാരും എവിടെ റബ്ബേ? നജ്അലുമാ തഹത അഖദാമിനാ, ഞങ്ങളുടെ കാൽ കീഴിൽ ഞങ്ങൾ അവരെ ചവിട്ടട്ടെ റബ്ബേ. ലിയകൂനാ മിനൽ അസ്ഫലീൻ, ഞങ്ങൾ അവരെ തരം താഴ്ത്തി കളയട്ടെ റബ്ബേ. ഞങ്ങൾക്ക് ഖുർആൻ അവർ പഠിപ്പിച്ചില്ല റബ്ബേ, ഞങ്ങൾക്ക് ഇസ്ലാം അവർ പഠിപ്പിച്ചില്ല റബ്ബേ. ഭൗതിക ലോകത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഞങ്ങളെ അവർ പറഞ്ഞു വിട്ടു റബ്ബേ. ആരൊക്കെ ശമ്പളം വാങ്ങിയിട്ട് ആഡംബരക്കാരിൽ ആഡംബര കൊട്ടാരത്തിൽ ഞങ്ങൾ രമിക്കുമ്പോൾ ഈ മാതാപിതാക്കൾ ഞങ്ങൾ ദീനിന്റെ മാർഗത്തിലേക്ക് വഴിതിരിച്ചില്ല, ഞങ്ങളെ വഴിപിഴച്ചു പോയി തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരുമോ? ഞങ്ങളുടെ കാൽ കീഴിൽ അവരെ ചവിട്ടി മെതിക്കട്ടെ അല്ലാ. കട്ടിച്ചെമ്പുമാകിയ തറയിൽ ശരീരം മുഴുവനും ചുട്ടുപൊള്ളാൻ തുടങ്ങുമ്പോ ആ ചെമ്പുപാറയിൽ ഉമ്മാനെയും വാപ്പാനെയും വളർത്തിക്കിടത്തിയിട്ട് അവരുടെ നെഞ്ചത്ത് കയറി ഞങ്ങളെ ചവിട്ടി നിൽക്കട്ടെ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ആവശ്യപ്പെടുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യുബസ്വറൂനഹും, അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ. മക്കളും മാതാപിതാക്കളും തമ്മിൽ കാണുകയാ. ഈ സന്ദർഭത്തിൽ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ വഫസ്വീലതിഹി അല്ലതി തുവീ വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീ. ഈ സമയത്ത് ഓരോരുത്തരും കൊതിച്ചു പോകും, റബ്ബേ ഞങ്ങളെ നരകത്തിലിടുന്നതിന് പകരം ആരെ വേണമെങ്കിലും നരകത്തിലിട്ട് കൊള്ളുക. ഞങ്ങളെ ബന്ധമിത്രാദികളെ വേണോ, ഞങ്ങളുടെ ഭാര്യയെ വേണോ, ഭർത്താവിനെ വേണോ, മക്കളെ വേണോ? അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവര് അല്ലാഹുവിന്റെ മുമ്പിൽ കൊതിച്ചു പോകുന്നാഥാ. അല്ലാഹുവേ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബദി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവി വഫസീലതിഹി അല്ലതി തുവി. ഞങ്ങൾക്ക് അഭയം നൽകിയ, ഞങ്ങൾക്ക് അന്നം നൽകിയ, ഞങ്ങളെ പൊത്തി വളർത്തിയ ആരെ വേണമെങ്കിലും നീ നരകത്തിലിട്ടോ. വമൻ ഫിൽ അർദി ജമീഅ, ഈ
ഭൂമിയിലുള്ള ആരെ വേണമെങ്കിലും നിനക്ക് നരകത്തിൽ ഇടാം. സുമ്മയുഞ്ചി, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി റബ്ബേ, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി റബ്ബേ. സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും നരകത്തിലേക്കിടാൻ അല്ലാഹുവിനോട് മക്കൾ വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം വരാൻ പോവുകയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അതേ സന്ദർഭത്തിൽ അതേ സമയത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച മക്കൾ വിടെ? അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഹാഫിളീങ്ങൾ വിടെ? ആ ഹാഫിളീങ്ങളെ അള്ളാഹു വിളിക്കുകയാ. നൂറുൽ ഹുദാ അക്കാദമിയിൽ നിന്ന് ഖുർആൻ പഠിച്ച മക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാ. നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു അവരെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അല്ല പറയുന്ന ഇഖ്റഉൽ ഖുർആൻ വറത്തിൽ കമാ കുന്ത തുറത്തിൽ ഫിദ്ദുനിയാ. ഏ മക്കളെ, നിങ്ങൾ ഖുർആൻ ഓതുക. ദുനിയാവിൽ വെച്ച് നിങ്ങളുടെ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് തജ്വീദോടെ പഠിച്ചതുപോലെ തർത്തീലോടെ പഠിച്ചതുപോലെ നിങ്ങൾ ഖുർആൻ ഓതിക്കൊള്ളുക. ഓരോ ആയത്തോതുമ്പോഴും നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉയരുകയാ. അങ്ങനെ അവസാനത്തെ ആയത്തോതുമ്പോ എവിടെയാണോ നിങ്ങൾ എത്തിയിരിക്കുന്നത് ആ ഉന്നത സ്ഥാനം നിങ്ങൾക്ക് നൽകുകയാ. ആർക്കായി നൽകുന്നത്? കേവലം ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടിയ ഡോക്ടറിന് കിട്ടൂല, ഒരു എഞ്ചിനീയറിന് കിട്ടൂല, ഒരു കളക്ടറിന് കിട്ടൂല, ഒരു IPS കാരൻ IFS കാരൻ അല്ലാഹു തആല കൊടുക്കൂല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഉലമാക്കൾക്കും ഹഫ്ളീങ്ങൾക്കും കൊടുക്കുന്നതാ. എന്നിട്ട് അല്ലാഹു തആല അവരുടെ മാതാപിതാക്കളെ വിളിക്കുകയാ. മാതാപിതാക്കളെ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അല്ലാഹു തആല മാതാപിതാക്കളെ വിളിക്കുകയാണ്. ഖുർആൻ പഠിച്ച മക്കളുടെ മാതാപിതാക്കള്, ഹഫ്ളീങ്ങളായ മക്കളുടെ മാതാപിതാക്കളെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് 2 ജോഡി വസ്ത്രം ധരിപ്പിക്കുകയാ. ആ വസ്ത്രത്തിന്റെ മഹത്വം എന്താ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വകോടി വസ്തുക്കളും കൊടുത്താലും അപ്രകാരമുള്ള ഒരു വസ്ത്രം വാങ്ങാൻ കഴിയൂല. അങ്ങനെയുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതായ 2 ജോഡി വസ്ത്രം ധരിപ്പിക്കുകയാ. എന്നിട്ടോ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. എന്നിട്ടാ ഹഫ്ളീങ്ങളുടെ മാതാപിതാക്കളുടെ തലയിലേക്ക് അല്ലാഹു തആല സൂര്യനേക്കാൾ തിളക്കമുള്ള കിരീടം അണിയിച്ചു കൊടുക്കുകയാ. ആ പാവപ്പെട്ട മാതാപിതാക്കൾ അവരിങ്ങനെ നോക്കുകയാണ്. വലിയ വലിയ ആളുകളൊക്കെയും പരിപൂർണ നഗ്നരായി നിൽക്കുകയാ. വലിയ സമ്പന്നരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, അനുഗ്രഹങ്ങളുള്ളവരുണ്ട്. അവരെല്ലാം പരിപൂർണ നഗ്നരായി ചുട്ടുപൊള്ളുന്നതായ വെയിലിൽ കിടന്ന് വെന്തുരുകീഴാം പാറ്റകളെ പോലെ വീണുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ വസ്ത്രം എന്തിനാ, ഞങ്ങൾക്ക് ഈ കിരീടം എന്തിനാ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നതാ, ബിമ കുസീനാ ഹാദാ, ബിമ കുസീനാ ഹാദാ. എന്തിനാ റബ്ബേ ഞങ്ങൾക്ക് ഈ വസ്ത്രം തന്നത്? എന്തിനാ റബ്ബേ ഞങ്ങൾക്ക് ഈ കിരീടം വെച്ച് തന്നത്? അല്ലാഹുവിന്റെ അറിയിപ്പ് വരികയാ, ബി അഖ്ദി വലദികുമൽ ഖുർആൻ. ഏ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹഫ്ളീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? ഏഷ്യാവൻകരയിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ കടിയാപുരം പ്രദേശത്തിനടുത്തുള്ള നൂറുൽ ഹുദാ അക്കാദമിയിൽ നിങ്ങളുടെ മക്കളെ ചേർത്ത് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ബി അഖ്ദി വലദികുമൽ ഖുർആൻ. അതിനുള്ള പാരിതോഷികമാണ്, അതിനുള്ള സമ്മാനമാണ്, അതിന് പകരമാ നിങ്ങൾക്കിത് നൽകിയതെന്ന് പറയുമ്പോ അതിലും വലിയ അഭിമാനം വേറെയുണ്ടോ? അതിലും വലിയ സമ്മാനവും സ്ഥാനവും വേറെയുണ്ടോ? അല്ലാഹു തആല നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ഈ മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.